ഓ, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന്. ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഒന്നുമില്ലെങ്കിൽ താനൊരു മുസ്ലിം അല്ലടോ. ആണച്ചോ, അതുകൊണ്ടാണല്ലോ ഞാൻ വൈൻ മാത്രം അടിച്ചത്. മതി മതി, താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ? അല്ലെങ്കിൽ അയലൊക്കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഖുറാനിലും അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തൂടെ? അയ്യോ, നമ്മുടെ സാബു അല്ലേ ഇരിക്കുന്നത്? യവനെന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഓരോ പാരകൾ നോക്കണേ. എടാ, നിന്റെ അടുത്ത് 5 മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആര് പറഞ്ഞു? എടാ, എനിക്ക് മുറിയിൽ ഇരുന്നപ്പോ ഒരേ ടെൻഷൻ. നീ 4 മണിക്കാണോ 5 മണിക്കാണോ വരാൻ പറഞ്ഞതെന്ന്. നീ ഞാൻ ലേറ്റ് ആയി പോയിന്ന് കരുതി സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ. ഓ, ഫീലിംഗ്. എടാ, സന്ധ്യ 5 മണി കഴിഞ്ഞിട്ടേ വരൂ. അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം. സാബു നമ്മൾ പ്ലാൻ ചെയ്തൊന്നാണെന്ന് സന്ധ്യ അറിയല്ലേ? ഏയ്, നീ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ട് വാ. അതെ, എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അതല്ലേ? എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാ. പിന്നെ അടുത്തൊന്നും വേണ്ട, ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. 2 എണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിനറിയാം. അപ്പൊ നമുക്കിട്ട് തന്നെ പണിഞ്ഞു. ഓ, അല്ല, ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലോ? അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചെല്ല് ചെല്ല്. ഏതായാലും നമ്മുടെ സമയം കളയണ്ട, നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും. ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റന്മാര്. ഏജന്റിന്റെ പോകാൻ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഇവിടെ കടക്കാനൊന്നുമല്ല. അല്ലടാ, ഇവിടെ കടത്താം പോരെ. ഓ, നിങ്ങൾ ഒന്ന് സമാധാനായിട്ടിരിക്കും. സമാധാനമായിട്ട് ഇരിക്കാനല്ല, സമാധാനം കെട്ടേച്ച് അങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു. ഇങ്ങോട്ട് വേണം തല്ലി പൊളിക്കാൻ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ പോകാൻ ആംബുലൻസ് വേണ്ടി വരും. താമ്പോടും. പിന്നെ അച്ചോ, ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയേക്കരുത്, പറഞ്ഞേക്കാം. മമ്മൂട്ടി ഇവിടെ വന്നേ. ആരാ അവന്മാര്? എന്താ പ്രശ്നം? അല്ല, അവന്മാരെ തലയ്ക്ക് വട്ട. എന്റെ കർത്താവേ, അവന്മാർക്കാണോ വട്ട് അതോ ഇവിടെയുള്ളവർക്കാണോ വട്ട്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. എടാ, ഒരാണിന് 7 പെണ്ണ് വെച്ച് ഈ ലോകത്തുണ്ടെന്നാ പറയുന്നു. ഏതെങ്കിലും നല്ല ഒരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലും. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ട്രൂപ്പിലൊക്കെ വേറെ ആളിനെ അന്വേഷിച്ചോ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ. പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ. ഓ, ഇവിടെ ട്രൂപ്പിൽ ചേരാൻ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ് ഉണ്ടാക്കടാ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഇതെങ്ങാനും ഇനി അച്ഛന്റെ ചെവിയിലെ ത്യാഗ നാട്ട കേസോ? എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് മറക്കും. നിർത്തരുത്. ഒരുത്തനും കൂടുതൽ സംസാരിക്കണ്ട. ഇവർ രണ്ടുപേരെയും ഒരു കുടക്കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൊട എവിടെ? ഒറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് ഇവനോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കുണ്ടോടാ? നിനക്ക് വിഷമുണ്ടാവുന്ന എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ ഞാനാ പറയുന്നത്. എഴുന്നേക്ക്. നീ എഴുന്നേക്ക്. സാബു ഇങ്ങ് വാ. വാ, വരാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്ക. ഞാനാ പറയുന്നത്, കൊടുക്കാൻ. നിമേ, ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ല് വിളി കണ്ടെന്ന് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എന്താടാ ഇത്? ഇത് എവിടെന്നാണെന്ന്? ഇതങ്ങനെ കിട്ടി. മനസ്സിലായി. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നൂണ് കഴിച്ചില്ലേ, അവിടെ നിന്ന് അടിച്ചെടുത്ത. ഇത് അവിടെ നിന്നൊന്നും കിട്ടിയല്ല. പിന്നെ എവിടെ? ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ പെണ്ണിന്റെ അടുത്ത് ചേർന്ന് കിട്ടിയതാണ്. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്താ അകത്ത് കയറിയില്ല. അത് ശരിയാ. നിന്റെ കരിയാക്കൊണ്ടൊന്നും മിണ്ടായിരിക്കാവോ? എടുക്കാൻ കട്ടെടുത്ത സാധനം ഇവിടെ വെക്കരുത്. ഇത് കട്ടെടുത്തല്ലടാ, കിട്ടിയതല്ലേ. ഞാൻ അങ്ങനെയായി പോയി. കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എവിടെന്നെങ്കിലും 2 എണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ. ഇത് കൊള്ളാമല്ലോടെ സാധനം. ഒന്ന് നോക്കട്ടെ. അത് വേണ്ട, കുറ്റം പറയാൻ വേണം, സാധനം കാണാൻ വേണം. അത് വേണ്ട, ഒന്ന് ശരിയാവൂല, തരൂല. നോക്കി തരാമെന്ന് പറഞ്ഞില്ലേ? വേണ്ടല്ലേ സാധനം, ഒന്ന് നോക്കിട്ട് തരാം. എന്താ
ഇതെന്താടാ തിളങ്ങണത്? ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ രത്നം തന്നെ. ദേവിന്റെ അത്ര എഴുത്ത് ഒന്ന് വായിക്കട വേഗം. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ഇതെന്താണിത്? അറബിയാ? ഉറുദുവാ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ്. ദാ ഇവിടെ IKT എന്ന് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ IKT? IKT എന്ന് പറഞ്ഞാ ഇടികൊള്ളും തീർച്ച. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു. ഇപ്പൊ എന്തായി? കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം. അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് അകത്തിടും. ഇതെന്തിനാണ് അവിടെ കൊണ്ടുപോയി വെക്കണത്? നമുക്ക് വിറ്റ് പങ്കിട്ടെടുക്കാം. വിൽക്കാനോട്ട് കൊണ്ടില്ലേ? ഞാനില്ല. എടാ നമ്മളെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും. ഒരു 10-25 ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ഉണ്ട്. അതൊന്നും ശരിയാവൂല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണത്? ഒരു ഐഡിയ. നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താലോ? ഓ, അവന്റെ ഒരു ഐഡിയ. കൊണ്ടുപോടാ. അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസും ഉണ്ടെങ്കിൽ അതുവരെ അവരിടിച്ച് തെളിക്കും. പിന്നെ പുറത്തു വരുമ്പോ മുഖം അലൂമിനി പാത്രത്തിൽ ലോറി എറി വരിക്കും. എന്നാലേ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. ആ ബെസ്റ്റ്. അച്ഛൻ്റെ കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും. നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോഷണ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ. തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മളിതിപ്പോ എവിടെ കൊണ്ടുപോയി വെക്കും? വേറെ എവിടെയും വെക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ നല്ലത്. അതെടാ, ഇവിടെ വെക്കണ്ട. അവസാനം പോലീസ് എന്നെ പോക്കും. ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരും മിടുക്കന്മാരാ. അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി കിട്ടി കാണും. രത്നത്തിന്റെ കാര്യമൊന്നും അവരറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് കാശാക്കാം. എനിക്ക് കാശാക്കാം. ഒന്ന് പോടാണെന്ന്. അന്വേഷണം നടക്കുന്നുണ്ടാവും. എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിളുകാരനായിരിക്കും. പോയി നോക്കാം. വാ. ഇതാവും തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ടവൻ. എന്റെ അമ്മ, നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചൊരു മോട്ടോർ സൈക്കിളുകാരനെ കണ്ടില്ലേ? അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അയാൾ ഇങ്ങോട്ട് കയറി വരുന്നു. നീ പത്രം എവിടെയെങ്കിലും ഒളിപ്പിച്ചു നോക്കി. എവിടെ ഒളിപ്പിക്കും? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ ഒളിപ്പിച്ചു നോക്കാം. പത്രം ഒളിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വാതിലും തുറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കലാദർശകയിലെ മിമിക്സ് താരങ്ങളല്ലേ? അല്ല. അതെ. നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു. വളരെ നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ആ ലാലിന്റെയും മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. എന്റെ പേര് ജെയിംസ് ബോണിഫസ്. SN കോളേജിൽ ലെക്ചറർ ആണോ? അല്ല, ഞാൻ അടുത്ത താമസിക്കുന്നത്. ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ 7-ാം നമ്പർ റൂമിലാ താമസം. നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ വരട്ടെ. അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ. അയ്യോ നിസാം, തൊണ്ടയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട്. എന്തുവാടാ ഇത്? നീ എന്തായി കാണിച്ചത്? ന്യൂസ് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാ. കുറച്ച് വെള്ളം കൊടുക്ക്. ഇന്നലെ പാവയ്ക്കുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നല്ലോ. എന്തി? അത് ഇവിടെ ഇരിപ്പുണ്ട്. അത് അറിയാവുന്ന ആരൊക്കെ കൊണ്ടൊന്ന് വായിപ്പിക്കും. എനിക്കറിയാവുന്ന ഒരു ഉറുദു മാഷുണ്ട്. ആളെങ്ങനെ? വിശ്വാസമില്ലാത്ത പോലെ പാർട്ടിയാണെങ്കിൽ ആകെ കുഴപ്പമാവും. എന്റെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും. എങ്കിൽ അങ്ങേരെ കൊണ്ട് വായിപ്പിക്കാം. പക്ഷെ കൊച്ചാപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എന്റെ അമ്മേ, അവന്റെ അണ്ണാക്കിലോട്ട് കയറ്റി. ഇനി ഒന്നും നോക്കാനില്ല.
നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ട്രൂപ്പ് മാനേജർ ആരാ? ഹലോ ഹലോ, ട്രൂപ്പ് മാനേജർ അല്ലേ? അതെ. എന്താ സംശയം? സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഈ ബാഗിലോട്ട് നോക്കിയാൽ. ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം. ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ്. ഏതൊക്കെ ദിവസങ്ങളാണ്? ഫെബ്രുവരി അതായത് ജനുവരി 1, 2, 3, 4, 5 ഇല്ല. 6-ാം തീയതി ഇല്ല. പിന്നെ ആകെയുള്ളൊരു ദിവസം ഫെബ്രുവരി 29-ാം തീയതി കഴിഞ്ഞു. ഫെബ്രുവരി 29 ഇയാൾക്ക് കള്ള അച്ഛനെ കാണാം. ഞാൻ പോടോ, അച്ഛനെ കാണോ ചെമ്മാച്ചനെ കാണോ, ഇവരില്ലെങ്കിൽ ചുമ്മാ അച്ഛനെ കണ്ടോ, എനിക്കെന്താ പ്രശ്നം?